മുസ്ലിമീങ്ങൾ, ഈ 8 കാര്യങ്ങളെക്കാൾ നബിയോട് സ്നേഹം തോന്നണം. ഈ 8 കാര്യങ്ങളെക്കാൾ അള്ളാഹുവിനോട് സ്നേഹം തോന്നണം. ഏതാണ് ആ കാര്യങ്ങൾ? ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, പറഞ്ഞു കൊടുക്കുക. ഇൻ കാന ആബാഉക്കും, മാതാപിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാർ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിക്കുന്ന ധനം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർദൗനഹ, ഇഷ്ടപ്പെടുന്ന വീട്. ഈ 8 കാര്യങ്ങളാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, നിരന്തരമായി നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു വേള ജീവിതം മുഴുവൻ ഈ 8 കാര്യങ്ങൾക്കല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒറ്റ കാര്യം പറയാം, വ മസാകിനു തർദൗനഹ, ഇഷ്ടപ്പെടുന്ന ഒരു വീടുണ്ടാക്കാൻ. ഈ പ്രവാസം പോലും ഒരു വേള അതിനായിരിക്കാം. 30-40 വർഷം അധ്വാനിക്കുന്നത് ഒരു വീടുണ്ടാക്കാനാണ്. ആ വീട്ടിൽ താൻ താമസിക്കുമെന്ന ഗ്യാരണ്ടി മനുഷ്യനില്ല, എന്നാലും അവൻ അധ്വാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ 8 കാര്യങ്ങളോടുള്ള നിങ്ങളുടെ മഹബ്ബത്ത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ ഇതിനോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ, അത് മോശമായി പോയി എന്നല്ല, അത് ശരിയല്ല എന്നുമല്ല, അങ്ങനെയുള്ള വാക്കുകളൊന്നും അല്ല പറഞ്ഞത്, മറിച്ച് ഫതറബ്ബസൂ, കാത്തിരുന്നുകൊള്ളൂ. വഈദാണ് എന്ന് പറഞ്ഞാൽ കടുത്ത തെറ്റാണ്, വൻ പാപമാണ്. കാരണം ശിക്ഷ കൊണ്ടുള്ള താക്കീതുള്ളതെല്ലാം കബായിറുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മോശമായി എന്നോ തെറ്റാണ് എന്നുള്ള വാക്കല്ല റബ്ബ് ഉപയോഗിച്ചത്. ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വരുന്നതിനെ കാത്തിരുന്നുള്ളൂ. അഥവാ ശിക്ഷയുടെ കൽപ്പന. ആ വ്യക്തി ശിക്ഷിക്കപ്പെടും, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. ആ സമൂഹം ശിക്ഷിക്കപ്പെടും. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മഹബ്ബത്തായിരിക്കണം ഈ പറഞ്ഞ 8 കാര്യങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, കാന വല്ലാഹ്, അള്ളാഹുവാണേ, അഹബ്ബ ഇലൈന, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, മിൻ അംവാലിന വ ഔലാദിന വ ആബാഇന വ ഉമ്മഹാതിന വ മിനൽ മാഇൽ ബാരിദി അലൽ ലമഅ, ഞങ്ങളുടെ സ്വത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്തിനേറെ ദാഹിച്ച് വലഞ്ഞവന് തണുത്ത വെള്ളം എത്ര പ്രിയപ്പെട്ടതാണോ അതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു. അപ്രകാരമായിരുന്നു സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. ഈ ഒരു മഹബ്ബത്ത്, അതിൻ്റെ ഒരു ഫീലിംഗ്, ആ ഒരു ഈമാനിൻ്റെ മധുരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം.